റൈറ്റ്, ഇലക്ഷൻ പൂരം തുടരുകയാണ്. നമ്മൾ മലബാറിലെ മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ ആദ്യം എത്തിയത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കോഴിക്കോട് ഇതുവരെയും വിട്ടുകൊടുക്കാത്ത MK രാഘവൻ ഒരിക്കൽ കൂടി കോഴിക്കോടിനെ പിടിച്ചു നിർത്തുമോ, അതേസമയം എളമരം കരീം കോഴിക്കോടിനെ തിരിച്ചു പിടിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെയാണ് നമുക്ക് സംശയമുള്ളത്. തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പോലും ആർക്ക് എന്ന തരത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം തുടരുക തന്നെയാണ് കോഴിക്കോട്. എനിക്ക് സുവിയോട് ഒരു ചോദ്യം കൂടിയുണ്ട്. സുവി, കോഴിക്കോട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുവി ചില മണ്ഡലങ്ങൾ നേരത്തെ പേരെടുത്ത് പരാമർശിച്ചു. ഇത്തവണ ഇടതുമുന്നണിയും UDF-ഉം സാധ്യതയായി അവർ മേൽക്കോയ്മയായി കാണാൻ കഴിയുന്ന ഇടങ്ങൾ. നമ്മൾ കൊടുവള്ളി എന്ന ഒറ്റ ഇടത്തിനപ്പുറത്തേക്ക് നിയമസഭയിൽ അവിടെ ഇടതുമുന്നണിക്ക് തന്നെയാണ് പൊതുവിൽ ആ ചിത്രത്തിൽ ഇടതുമുന്നണി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ MK രാഘവന്റെ വ്യക്തിപ്രഭാവം മുൻനിർത്തി UDF വോട്ട് തേടുമ്പോൾ ഈ നിയമസഭയിലെ ഇടതു മേൽക്കോയ്മ അപ്പാടെ മറികടക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾക്ക് സുവി ഉത്തരം പറയണം. ഒന്ന്, ഈ ഇളമരം എന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള ഇടതു തന്ത്രം വിജയിക്കുമോ? അത്തരമൊരു മേൽക്കോയ്മ കാണാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ MK രാഘവൻ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം തന്നെ ഇത്തവണ വോട്ടാക്കുമോ? അതിനുള്ള ഉത്തരമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും രണ്ടുപേരും വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഹാട്രിക് ആയിട്ട് വിജയിച്ചതാണ് MK രാഘവൻ. പല ഘടകങ്ങൾ CPM ഇവിടെ പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ വളരെ അപ്രാപ്യന അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥാനാർത്ഥി ആയിട്ടല്ല MK രാഘവൻ പയ്യന്നൂരിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത്. അന്ന് മുഹമ്മദ് റിയാസിനെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പരിചയപ്പെടുത്തിയത്. അന്ന് മുഹമ്മദ് റിയാസിനോട് ജയിച്ചത് 838 വോട്ടുകൾക്കാണ്. അന്ന് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ ചോർന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം നിർത്തിയത് വിജയരാഘവനെയായിരുന്നു. അന്നും MK രാഘവൻ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 16,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതിനുശേഷം CPM പരീക്ഷിച്ചത് ജനകീയതയുള്ള ഏറ്റവും ജനപ്രീതിയുള്ള നേതാവിനെയാണ്. അതായത് പ്രദീപ് കുമാർ. കോഴിക്കോടത്തെ ഒരു മനസ്സിൽ വലതുവശത്ത് MK രാഘവനാണെങ്കിൽ ഇടതുവശത്ത് പ്രദീപ് കുമാർ എന്ന് നമുക്ക് പറയാം. ആ രീതിയിലായിരുന്നു അവിടെയും വോട്ട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ കാലത്ത് MK രാഘവനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ജയിച്ചു കയറുന്ന സാഹചര്യമാണ്. ഇത്തവണ ചെറിയ തോതിൽ MK രാഘവനെ നമുക്കറിയാം. ഈ ശശി തരൂർ വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു രീതിയിലുള്ള ഒരു സംഘടന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതുള്ളൂ. മറ്റൊന്ന്, അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ പ്രദീപ് കുമാറിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, രാഹുൽ തരംഗം ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കണം ഈ വോട്ട് വർദ്ധിച്ചത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത്തവണ CPM നിർത്തിയിരിക്കുന്ന അവരുടെ കരുത്തനായ മുഖത്തെയാണ്, ഏറ്റവും കരുത്തനായ മലബാറിലെ മുഖത്തെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. എളമരം കരീമിനെ. അദ്ദേഹം തൊഴിലാളി നേതാവാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ഒപ്പം നിരവധി കാലം ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രിയായിരുന്നു. ഒപ്പം പല ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഗോളിയർ എയിംസിലൂടെ വളർന്നു വന്ന നേതാവാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പരിചയം എളമരം കരീമിനുണ്ട്. ആ ഒരു പരിചയത്തോടൊപ്പം മുസ്ലിം സംഘടനകളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എളമരം കരീമിലേക്ക് ഇത് വിടുമോ, അതോ MK രാഘവൻ 4ാം തവണയും ജയിച്ചു കയറുമോ എന്ന് നമുക്ക് ഇതിനുശേഷം, അതായത് ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആ ഒരു കോഴിക്കോടിന്റെ മനസ്സ് അറിയാൻ സാധിക്കൂ. എന്തായാലും അത്തരത്തിൽ, അതായത് ഒരു തുലാസിന്റെ തട്ടുകൾ പോലെ രണ്ട് നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ആരുടെ തട്ട് താഴും എന്ന് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഞങ്ങൾ